ഹായ് മക്കളെ, നമ്മൾ അസ്രാ ഗുരുകുലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ 10ാം ക്ലാസ് ഹിന്ദിയുടെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള വൈറ്റ് ക്യാപ്പ് എന്നുള്ള കഹാനിയുടെ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ കേശവ് കുട്ടികളുടെ ക്രിക്കറ്റ് കളി കാണാനായിട്ട്, അതായത് അവൻ താമസിക്കുന്ന ഒരു കോളനിയുടെ അടുത്ത കോളനിയിലുള്ള കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നതായിട്ട് കാണാനായിട്ട് പോകുന്നതായിരുന്നു നമ്മൾ പറഞ്ഞത്. അവിടെ പോയി ഇപ്പോൾ കുട്ടികൾ ആദ്യമൊന്നും കളിക്കാൻ കൂട്ടിയില്ല. പിന്നീട് എന്ത് ചെയ്തു, കളിക്കാൻ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കളിക്കാൻ കൂട്ടുന്നുണ്ടെങ്കിലും ബോൾ പോയി കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് വരിക, അതേപോലെ കുട്ടികൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരെ പോയി വിളിക്കുക എന്നുള്ള ചുമതലകളൊക്കെ ആയിരുന്നു അവന് കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. कोई भी टीम उससे अपनी तरफ खिलाने को तैयार नहीं होती थी. അതായത് ഏതൊരു ടീമും അവരുടെ ടീമിന് വേണ്ടി കളിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. कई बार केशव ने अपने माता पिता से उसके लिए भी बल्ला और बॉल खरीद देने का ആഗ്രഹ किया था. അതായത് കൈ ബാർ കുറേ പ്രാവശ്യം കേശവ് അച്ഛനോടും അമ്മയോടും അവന് വേണ്ടിയിട്ട് ബല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റ്, ഓക്കെ, ബാറ്റും അതേപോലെ തന്നെ ബോളും വാങ്ങിത്തരാനായിട്ട് ഖരീദ് ദേനേക്ക, അതായത് വാങ്ങിത്തരാനുള്ള ആഗ്രഹ കിയ ഥ, അതായത് വാങ്ങിത്തരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഓക്കെ, മഗർ മാതാപിതാനെ ഉസ്സെ ടപട്ട് ദിയ ഥ, അതായത് പക്ഷേ മാതാപിതാക്കൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവനെ വഴക്ക് പറഞ്ഞ് അങ്ങനെ ചെയ്ത് കൊടുക്കാതെ, അതായത് ബാറ്റും ബോളും വാങ്ങിക്കൊടുക്കാതിരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ജബ് തു അച്ഛേ നമ്പർ സെ 5വീं പാസ് കർ ലേഗാ തോ ഏക് ബോൾ ഖരീദ് ഹി ദേങ്കെ. അതായത് അപ്പോൾ മാതാപിതാക്കൾ പറയുന്നത് ഇങ്ങനെയാണ്, ജബ് തു അച്ഛേ നമ്പർ സേ, അതായത് നീ എപ്പോഴാണോ നല്ല മാർക്കോടു കൂടി അല്ലെങ്കിൽ നല്ല സ്ഥാനത്തോടു കൂടി 5വീं പാസ് കർ ലേഗാ, 5ാം ക്ലാസ് പാസ്സാവുന്നത്, തോ ഏക് ബോൾ ഖരീദ് ഹി ദേങ്കെ, അതായത് അപ്പോൾ ഒരു ബോൾ വാങ്ങിത്തരാമെന്ന് പറയുന്നു. ഓക്കെ, ഓർ ബല്ല, അപ്പോൾ കേശവ് ചോദിക്കുകയാണ്, അപ്പോൾ ബാറ്റോ, ഉസ്കെ ബാരെ മേ ബി തബ് സോച്ചെങ്കെ. അപ്പോൾ മാതാപിതാക്കൾ പറയുന്നത് ഇതിൻ്റെ കാര്യം, അതായത് അപ്പോൾ കുട്ടി ചോദിക്കുന്നത് അപ്പോൾ ബാറ്റോ എന്ന് ചോദിച്ചപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞത് ബാറ്റിൻ്റെ കാര്യവും നമുക്ക് എപ്പോൾ ആലോചിക്കാം, അപ്പോൾ ആലോചിക്കാമെന്ന് പറഞ്ഞു. ബെചാര കേശവ് ദിൻകോ റുവാസ പട രഹത്ത, അതായത് പക്ഷേ പാവം കേശവ് പകൽ മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, മഗർ രാത് കോ സപ്നെ മേ വഹ് അപ്നെ കോ അക്സർ ക്രിക്കറ്റ് ഖേൽത്താ ദേഖാ കർത്ത. പക്ഷേ പകൽ മുഴുവൻ എപ്പോഴും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടം കൊണ്ട് ഇങ്ങനെ ഇരിക്കും. രാത്രി മഗർ, പക്ഷേ രാത്രി സ്വപ്നത്തിൽ അപ്നെ ആപ്കോ, അതായത് സ്വയം കാണുന്നതായിട്ട്, ക്രിക്കറ്റ് കളിക്കുന്നതായിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഓക്കെ, ഉസ്കെ ഹാത്തോ മേ നയാ ബല്ല ഓർ സിർ പർ എക് വൈറ്റ് ക്യാപ്പ് ഹോത്തി, അതായത് അവൻ രാത്രി സ്വപ്നത്തിൽ കളിക്കുന്ന ക്രിക്കറ്റിലാണ് കേട്ടോ. സ്വപ്നത്തിൽ കളിക്കുന്ന ക്രിക്കറ്റിൽ കൈമിൽ പുതിയ ബാറ്റ് ഉണ്ടാവും. ഓക്കെ, അതേപോലെ തലയിൽ സിർപ്പർ, തലയിൽ ഒരു വൈറ്റ് ക്യാപ്പ്, വെളുത്ത തൊപ്പി ഉണ്ടാവും. ഓക്കെ, ടാങ്കോ പർ ഷാന്താർ മോട്ടെ പേഡ് ഖസ്സെ ഹോത്തെ, അതായത് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലുകളിൽ. ഓക്കെ, ഷാന്താർ വളരെ മനോഹരമായിട്ടുള്ള അതിശയകരമായിട്ടുള്ള നല്ല മോട്ടെ എന്ന് പറഞ്ഞാൽ വലിയ പാഡ്, അതായത് കാലിനിടുന്ന പാഡില്ലേ, പാഡ് ധരിച്ചിട്ടുണ്ടാവും. ഓക്കെ, മോട്ടെ മേണ്ടക്കി തരഹ് ദിഖ്തെ अपने उस रूप की कल्पना पर वह मन ही मन മുസ്കുരാത്ത, അതായത് മോട്ടെ മേണ്ടക്, അതായത് മോട്ട എന്ന് പറഞ്ഞാൽ തടിച്ച, മേണ്ടക് എന്ന് പറഞ്ഞാൽ തവള. ഓക്കെ, തടിച്ച തവളയെ പോലെ സ്വയം കാണുക, തര ദിക്തെ അപ്നെ ഉസ് റൂപ്പ്, അതായത് ആ ക്രിക്കറ്റിൻ്റെ കോലത്തിൽ വല്ല പാഡൊക്കെ കെട്ടി അതേപോലെ തന്നെ കയ്യിലെ ബാറ്റൊക്കെ പിടിച്ച് തൊപ്പിയൊക്കെ ഇട്ട് നിൽക്കുന്ന അവൻ സ്വപ്നത്തിൽ കാണുമ്പോൾ ആ കൽപ്പനയിൽ അല്ലെങ്കിൽ ആ ഒരു ആലോചനയിൽ അവൻ മൻഹിമൻ മുസ്കുറാത്ത, അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അവന് തന്നെ ആ ഒരു രൂപം ആലോചിക്കുമ്പോൾ ചിരി വരും. ഓക്കെ, ദൂസരെ ലड़के चकित हो उससे खेलता देखते रहते और वह दनादन റൺ പർ റൺ ബനാ രഹാ ഹോത്ത, അതായത് ദൂസരെ ലടുക്കെ, മറ്റുള്ള കുട്ടികൾ ചകിത് ഹോ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടുകൊണ്ട് ഉസ്സേ ഖേൽത്താ ദേഖ്തേ, അതായത്
കേശവ് ക്രിക്കറ്റ് കളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇത് സ്വപ്നത്തിലാണ് കേട്ടോ. ഓർ വഹ് ധനാധൻ റൺ പർ റൺ ബനാ രഹാ ഹോത്ത, അതായത് എന്താണ്, അവൻ എന്താ റണ്ണിന് മുകളിൽ റണ്ണ്, തുടർച്ചയായിട്ട് റണ്ണിന് മുകളിൽ റൺസ് എടുത്തുകൊണ്ടേയിരിക്കും. ഏ ചൊക്ക നഹി നഹി നോട്ട് ഔട്ട് ഹൂ, അതായത് എന്താണ്, അപ്പോൾ സ്വപ്നത്തിൽ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6, ഇത് 6 ആണ്. അതേപോലെ എന്താണ് ചൊക്ക എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, അതേപോലെ റൺസ് എടുക്കുന്നതാണ് കേട്ടോ പറയുന്നത് സ്വപ്നത്തിൽ. എന്താ 6, 4, അതേപോലെ എന്താ പിന്നെ ഇടക്കിടക്ക് എന്താ പറയുക, നഹി നോട്ട് ഔട്ട് ഹൂ, അതായത് എന്താണ് നോട്ട് ഔട്ട് ആണ് എന്നൊക്കെ പറയുന്നതൊക്കെ. ഓക്കെ, വഹ് ബഡ്ബഡാത്തെ ഹുവേ കബി കബി ഉഡ് ബൈഠത്താ തോ ഉസേ മാതാപിതാക്കി ഠാഠ് ഭി ഖാനി പടുത്തി, അതായത് എന്താണ്, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് എന്ത് ചെയ്യും, ബഡ്ബഡാന എന്ന് പറഞ്ഞാൽ പുലമ്പുക, അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, അതായത് ഉറക്കത്തിൽ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ കബി എന്ത് ചെയ്യും, ഊട്ട് ബൈഠത്തെ, അതായത് ഇതൊക്കെ സ്വപ്നത്തിൽ കണ്ടിട്ട് ഇടക്കിടക്ക് ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ട്, അതായത് എന്താണ് പിറുപിറുത്തുകൊണ്ട് എഴുന്നേറ്റിരിക്കുന്ന സമയത്ത്, ഓക്കെ, മാതാപിതാക്കി ഡാഠ് ഭി പടുത്ത, അതായത് അച്ഛനമ്മമാരുടെ വഴക്കും അവൻ എന്ത് ചെയ്യാറുണ്ട്, ഈ കാര്യത്തിൽ കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. ഇത് कॉलोनी के लड़कों ने होली के नाम से मोहल्ले में चंदा किया कुछ अपना भी जोड़ा, അതായത് എന്താണ്, ഇവിടെ കോളനിയിലെ ആൺകുട്ടികൾ എന്താ ഹോളിയുടെ പേരിൽ മൊഹല്ലയിൽ, അതായത് ആ ചുറ്റുപാടിൽ മുഴുവനായിട്ട് ആ പരിസരത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് അവനവന് വേണ്ടിയിട്ടും മാറ്റിവെച്ചു. ഓക്കെ, और शहर जाकर जमा चंदे से नई क्रिकेट सामग्री के साथ एक ഷീൽഡ് भी खरीद ली, അതായത് എന്താണ്, എന്നിട്ട് പട്ടണത്തിൽ പോയിട്ട്, ഷഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടണത്തിൽ പോയിട്ട് അവർ സ്വരുക്കൂട്ടിയ പണം വെച്ച്, അല്ലെങ്കിൽ സ്വരൂപിച്ച പണം വെച്ച് എന്താ പുതിയ ക്രിക്കറ്റ് സാധനങ്ങൾ, ക്രിക്കറ്റിന് ആവശ്യമായ വസ്തുവകകളൊക്കെ വാങ്ങി. അതോടൊപ്പം എന്തും കൂടി വാങ്ങിയിരുന്നു, ഒരു ഷീൽഡും കൂടി വാങ്ങിയിരുന്നു. ഓക്കെ, 4 दिनों तक चलने वाले उसके इस टेस्ट मैच में जीतने वाली एक टीम का उस शील्ड पर कब्जा होना तय था, അതായത് എന്താണ് 4 दिनों तक चलने वाले, എന്താണ് 4 ദിവസത്തേക്ക് തുടർച്ചയായിട്ട് നടക്കാൻ പോകുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ച്. ഓക്കെ, ആ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ചിൽ ജയിക്കുന്ന ടീമിന് ഈ ഷീൽഡ് സ്വന്തമായിട്ട് കൊടുക്കും. അതായത് ഷീൽഡ് പെർ കബ്സ ഹോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീൽഡ് സ്വന്തമായിട്ട് നൽകുക, അതിൽ അധികാരം സ്ഥാപിക്കപ്പെടുമെന്നാണ്. കബ്സ ഹോന അധികാരമാണ്. അപ്പോൾ എന്താണ്, അധികാരം സ്ഥാപിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീമിന് സ്വന്തമായിട്ട് ഈ ഷീൽഡ് കൊടുക്കും. ഓക്കെ, लड़के 2 टीमों में बांटे और कुछ दिनों अभ्यास भी करते रहे, അതായത് എന്താണ്, ആൺകുട്ടികൾ 2 ടീമായിട്ട് പിരിഞ്ഞു. അതിനുശേഷം കുറച്ച് ദിവസത്തേക്ക് അഭ്യാസ് ബി കർത്തേ രഹേ, അഭ്യാസ് കർണ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഒരു പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. ഫിർ അപ്നി ടീം കോ ജിതാനെ കെ ലിയെ मैदान में उतर गए, അതായത് എന്താണ്, എന്നിട്ട് എന്താ അവനവൻ്റെ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി അവർ ഗ്രൗണ്ടിലിറങ്ങി. ഓക്കെ, കേശവ് കോ കിസി ബി ടീമേ ജഗഹ് നഹി മിലി ഥി, കേശവിന് പക്ഷേ ഒരു ടീമിൽ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല, സ്ഥാനം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കുച്ച് സമയ തക് ഖേൽ അച്ഛാ ചൽത്താ രഹ, കുറച്ച് സമയത്തേക്ക് കളി നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഫിർ ഏക് ബല്ലേബാസ് നെ ऐसा छक्का मारा कि सब हक्का बक्का रह गए, അതായത് എന്താണ്, അതിനുശേഷം ഒരു പ്ലെയർ, ഓക്കെ, അല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മാൻ ഒരു 6 അടിച്ചു. ഓക്കെ, 6 അടിച്ചു. ऐसा छक्का मारा, ഇങ്ങനെയുള്ള ഒരു 6 അടിച്ചു. എങ്ങനെയുള്ളതാ, സബ് ഹക്ക ബക്ക രഹ ഗയ, അതായത് എല്ലാവരും എന്താണ് വിസ്മയിച്ച് അമ്പരന്ന് നിന്നുപോയി. ഓക്കെ, ബോൾ പാസ് കി നിർമ്മാണാധീൻ ഏക് 3 मंजिला ഇമാരത് കി ഛത് പർ ചലി ഗയി, അതായത് എന്താണ്, ബോള് അടുത്തുള്ള നിർമ്മാണത്തിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ 3 നില കെട്ടിടമാണ്. 3 मंजिला എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നില. ഓക്കെ, 3 നില കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിൽ ചെന്ന് വീണു. ഓക്കെ, ലഡ്കോക്കെ പാസ് നൈ വഹ് ഇക്ലൗത്തി ബോൾത്തി, അതായത് ആൺകുട്ടി അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പുതിയ ബോളാണത്. ഓക്കെ, और
इमारत के पीछे की हिलती चाली से चढ़कर छत तक जाना उनके लिए मुश्किल काम था. അതായത് എന്താണ്, ആ ബോൾ എടുക്കണമെങ്കിൽ അവർ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറണം. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറാൻ എന്താ ഉള്ളത്, ബിൽഡിങ്ങിൻ്റെ പുറകിൽ ഒരു ഹിൽത്തി ചാലി, ഹിൽത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളകുന്ന, ചാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏണി, ഇളകുന്ന ഏണിയാണുള്ളത്. അപ്പോൾ ആ ഇളകുന്ന ഏണിയിൽ കയറി എന്താണ് മുകളിൽ ചെന്ന് ബോൾ എടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് എന്താണ്, മുഷ്കിൽ കാം था, അതായത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഓക്കെ. ഉൻകാ ഖേൽ റുക് ഗയാ और वे एक दूसरे को കോസ്തെ ഗാലി ദേത്തെ നീം കെ നീച്ചെ ആക്കർ ഗഡെ ഹോ ഗയെ. അതായത് എന്താണ്, അപ്പോൾ അവരുടെ കളി പകുതിക്ക് വെച്ച് നിന്നുപോയി. അവർ എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോസ്തെ, കോസ്തെ എന്ന് പറഞ്ഞാൽ ശപിക്കുക, അതേപോലെ തന്നെ ഗാലിദേന പരസ്പരം എന്താണ് വഴക്ക് പറയുക, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എവിടെ ചെന്നു, നീം കി പേട്, അതായത് ആ വേപ്പ് മരത്തിൻ്റെ താഴെ ചെന്ന് നിന്നു. ഓക്കെ. 10 बार कहा कि यहाँ से कहीं और जाकर इस मैच को खेलते हैं मगर तुम लोग माने नहीं अब लो. അതായത് എന്താണ്, ഒരാൾ പറയാണ് 10 പ്രാവശ്യം അല്ലെങ്കിൽ കുറേ പ്രാവശ്യം പറഞ്ഞതാണ് ഇവിടെ ഈ ഗെയിം അല്ലെങ്കിൽ ഈ കളി ഇവിടെ നിന്ന് കളിക്കേണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കളിക്കാം, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തില്ല, കേട്ടില്ല. അപ്പോൾ കുട്ടികളിൽ ഒരാൾ പറയുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ്, സബ് ഇസ് മനോജ് കി ഗൽത്തി ഹെ. അപ്പോൾ എല്ലാം ഈ മനോജിൻ്റെ തെറ്റാണ്. ജിസ്നെ ഇതനി സോർ സെ ബിൽഡിംഗ് കി തരഫ് മാറാ ഥാ. അതായത് ഇത്രയും സ്പീഡിൽ എന്താ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് അടിച്ച മനോജിൻ്റെ തെറ്റാണ് ഇതെല്ലാം. ഓക്കെ. അബ് വഹി ജാക്കർ ബോൾ ലായേ യാ ഫിർ അപ്നെ പൈസെ സെ നയാ ഖരീദേ. അതായത് എന്താണ്, ഇനി അവൻ ഒന്നുകിൽ പോയിട്ട് ബോൾ എടുത്തിട്ട് വരിക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്വന്തം പൈസയിൽ പുതിയ ബോൾ വാങ്ങട്ടെ. ആജ് കാ ദിൻ തോ ഖരാബ് ഹോ ഹി ഗയാ സംജു. അതായത് ഇന്നത്തെ ദിവസം എന്തായാലും പോയി എന്ന് കണക്കാക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഒരാൾ സംസാരിക്കുന്നതാണ് കേട്ടോ. മുझे क्या पता था कि ബോൾ ഇത്നി ജ്യാദ ഉച്ചൽ ജായേഗി. അതായത് ഇപ്പോൾ ഇത് മനോജ് പറയുന്നതാണ്. എന്താണ് മനോജ് പറയുന്നത്, എനിക്കെന്താ അറിയായിരുന്നു, മുझे क्या पता था, എനിക്കെന്താ അറിയായിരുന്നു, കി ബോൾ ഇത്നി ഉച്ചൽ ജായേഗി, അതായത് ബോൾ ഇത്രയും കുതിച്ചു പൊങ്ങുമെന്ന് എനിക്കെങ്ങനെ അറിയാം. തും ലോഗോനെ യദി യഹി സാമനെ റോക്ലി ഹോത്തി തോ വഹ് പീച്ചെ ജാത്തി ഹി ക്യൂ. അതായത് എന്താണ്, നിങ്ങൾ മുന്നിൽ വെച്ച് ഇതിനെ സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ ബോൾ ഇത്രയും പുറകിലേക്ക്, അതായത് ഇത്രയും മുകളിലേക്ക് പോകേണ്ട ആവശ്യം എന്താണ്. ഓക്കെ. കംസോരി തുമാരി ഹേ, അതായത് എന്താണ് നിങ്ങളുടെ തെറ്റാണ് ഇത്. ഓക്കെ. അപ്പോൾ മനോജ് എന്താണ് അത് ബോൾ എന്താണ് ഫീൽഡിങ്ങിൽ നിന്ന ആൾക്കാരുടെ തെറ്റായിട്ട് അങ്ങ് പറയാണ്. അബ് ആധാ ദിൻ ബച്ചാ ഹേ ഓർ പാസ് മേ കോയി ദുക്കാൻ ബി നഹി ഹേ. അപ്പോൾ എന്താണ്, ഇനിയും പകുതി ദിവസം തന്നെ ബാക്കിയുണ്ട്, പക്ഷേ അടുത്തൊന്നും എന്തില്ല, കടകളൊന്നും തന്നെ ഇല്ല. സബി ലടുക്കെ ബുൻബുനാത്തെ ഹുവേ നീം കി ഛായ മേ ഹി നിരാശ് ബൈഠ് ഗയേ. അതായത് എന്താണ്, എല്ലാവരും ഇങ്ങനെ ഓരോന്നോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ നീമിൻ്റെ, അതായത് എന്താണ് വേപ്പിൻ്റെ മരത്തിൻ്റെ താഴെ, അതായത് അതിൻ്റെ തണലിൽ ഇങ്ങനെ നിരാശയോടെ ഇരുന്നു. ഓക്കെ. അച്ചാനക് നിരാശ് ലഡുക്കോ കെ ബീച്ച് ഉൻകി ബോൾ ആക്കർ ഗിരി. അതായത് പെട്ടെന്ന്, അച്ചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, നിരാശയോടെ ഇരിക്കുന്ന ആ കുട്ടികളുടെ ഇടയിലേക്ക് അവരുടെ ബോൾ വന്ന് എന്ത് ചെയ്തു, വീണു. ഓക്കെ. ചക്രായെ ചകിത് ലഡുക്കോനെ ദേക്കാ കി ഉസ് ഇമാരത് കി ഛത് പർ കേശവ് മുസ്കുരാത്ത ഹുവ ഖടാ ഥാ. അതായത് എന്താണ്, പെട്ടെന്ന് അമ്പരന്ന് വിസ്മയത്തോടു കൂടി കുട്ടികൾ നോക്കുന്ന സമയത്ത് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ, അതായത് ഏറ്റവും മുകളിൽ ആര് നിൽക്കുന്നുണ്ടായിരുന്നു, കേശവ് നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. ഓർ വഹാസെ ഹാത്ത് ഹിലാ രഹാ ഥാ. അതായത് അവിടെ നിന്നിട്ട് എന്ത് ചെയ്യായിരുന്നു, കൈ കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. ലഡ്കെ ഉച്ചൽ പടേ, അതായത് കുട്ടികളൊക്കെ അവർ തുള്ളിച്ചാടാൻ തുടങ്ങി. ഏക് ബഡേ ലഡ്കേനെ ഖുഷ് ഹോക്കർ കഹ വാഹ് ടാർസൺ ഹേ യേത്തോ. അതായത് എന്താണ്, ഒരു വലിയ കുട്ടി എന്താണ് ഹാപ്പി ആയിട്ട്, ഖുഷ് ഹോക്കർ ഹാപ്പി ആയിട്ട് പറഞ്ഞു, വാഹ് ടാർസൺ ഹേ യേത്തോ, ഇവൻ എന്താണ് ടാർസൺ ആണ്. ചലോ യാർ കാം ബൻ ഗയ. അപ്പോൾ എന്നിട്ട് എന്താണ് പറയുന്നത്, ബാ നമുക്ക് നമ്മുടെ കാര്യം സാധിച്ചു കഴിഞ്ഞു, നമുക്ക് കളിക്കാമെന്ന് പറയാണ്. ഓക്കെ. ലഡ്കെ केशव के नीचे आने का इंतज़ार किए बिना फिर अपने खेल में रम गए. അതായത് എന്താണ്, ആ കുട്ടികൾ കേശവ് താഴെ ഇറങ്ങുന്നതിന് വരെ വെയിറ്റ് ചെയ്യാതെ അവരവരുടെ കളി റീസ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ജബ് ഉൻകി ബോൾ ഛാടി കെ അന്തർ ചലി ഗയി और खेल सरा देर रुक गया तब उन्हें केशव की फिर ज़रूरत महसूस हुई. അതായത് എന്താണ്, ജബ് ഉൻകി ബോൾ ഛാടി കെ അന്തർ ചലി ഗയി. അതായത് എന്താണ്, വീണ്ടും അവരുടെ ബോള് ഛാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിക്കാടിനകത്ത് പോയപ്പോൾ
എന്താണ് അവരുടെ കളി കുറച്ച് സമയത്തേക്ക് നിന്നു. ഓക്കെ, തബ് ഉനെ കേശവ് കി ഫിർ സറൂറത്ത് മഹസൂസ് ഹുയി, അതായത് അപ്പോഴാണ് അവർക്ക് വീണ്ടും കേശവിൻ്റെ ആവശ്യം വന്നത്. ഓക്കെ, മഗർ കേശവ് ഥാ കഹാ, പക്ഷേ കേശവ് എവിടെയായിരുന്നു? അബേ ദേക്കോ സാലോ വേ ലടുക്ക ഛത് സെ ഉത്തരാക്കി നഹി, അപ്പോൾ കുട്ടികൾ ആവശ്യം വന്നപ്പോഴാണ് കേശവിൻ്റെ കാര്യം അന്വേഷിക്കുന്നത്. അപ്പോൾ കൂടെയുള്ള ഒരാൾ പറയുകയാണ് എന്താണ്, വേഗം പോയി നോക്ക് അവൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയോ ഇല്ലയോ എന്ന്. ओके, दो लड़के दौड़कर इमारत के पीछे बांधी चाली की ओर गए और जो देखा तो चिल्ला पड़े, അതായത് എന്താണ്, രണ്ട് കുട്ടികൾ ഓടിപ്പോയിട്ട് ആ ബിൽഡിങ്ങിൻ്റെ പുറകിൽ എന്താണ് തൂക്കിയിട്ടിരിക്കുന്ന ഏണിയുടെ അടുത്ത് ചെന്ന് നോക്കി. ആ സമയത്ത് എന്താണ് കാഴ്ച കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? ചില്ലാപ്പടേ എന്ന് പറഞ്ഞാൽ അലറി വിളിക്കുക. ഓക്കെ, അബേ യേ തോ മർ ഗയാ ലഗ്താ ഹേ, അതായത് എന്താണ്, എടോ ഇവൻ മരിച്ചു പോയെന്നാണ് തോന്നുന്നത്. ഓക്കെ, ബാക്കിയിലെടുക്കേ ബി ഗബ്രാക്കർ ഉസ് തരഫ് ദോടെ, അപ്പോൾ ഇത് കേട്ടിട്ട് ബാക്കിയുള്ള കുട്ടികളും എന്താണ് പേടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി. ഏക് ലഡ്ക ജോ അപ്നെ സാത്ത് वाटर बैग लेकर आता था, उसने ज़मीन पर मुड़े तुड़े बेसुध से पड़े केशव के सिर पर पानी के ചീട്ടേ മാരെ, അതായത് എന്താണ്, ഇപ്പോൾ ഒരു ആൺകുട്ടി അവൻ്റെ കൂടെ അവൻ എന്ത് കൊണ്ടുവരായിരുന്നു? വാട്ടർ ബാഗ് കൊണ്ടുവരായിരുന്നു, അതായത് വെള്ളം കൊണ്ടുവരുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഉസ്നെ ജമീൻ പർ മുടേ തുടേ ബേസുദ് സെ, അതായത് എന്താണ്, അവൻ മണ്ണിൽ, ജമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ മണ്ണിൽ കിടക്കുന്ന, മുടേ തുടേ ഒടിഞ്ഞു മടങ്ങി കിടക്കുക എന്ന് പറയും, അതായത് ഇങ്ങനെ കാലൊക്കെ ഒടിഞ്ഞു മടങ്ങി കിടക്കുന്ന, ബേസുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധമില്ലാതെ ബോധരഹിതനായി കിടക്കുന്ന, കേശവ് കെ സിർപ്പർ എന്ന് പറഞ്ഞാൽ കേശവൻ്റെ തലയിലേക്ക്, അതായത് മുഖത്തേക്ക് പാനിക്ക് ചീട്ടേ എന്ന് പറഞ്ഞാൽ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഒഴിക്കുക, അതായത് കുറച്ച് ഭാരത്തോടെ ഒഴിക്കുന്നതിനെയാണ് പറയുന്നത്. കേശവ് കെ ശരീർ മേ ഹൽക്കി സി ഹർക്കത്ത് ഹുയി ഓർ വഹ് കുൻമുനാനെ ലഗ, അതായത് എന്താണ്, അന്നേരം കേശവൻ്റെ ശരീരത്തിൽ വളരെ ഹൽക്ക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഹർക്കത്ത്, ചെറിയൊരു അനക്കം. ഓക്കെ, ചലനമുണ്ടായി. അപ്പോൾ എന്താണ്, അവൻ കുൻമുനാനെ ലഗി, പുലമ്പാനായിട്ട് തുടങ്ങി. എന്താ പുലമ്പിയത് നോക്കൂ, മേരി ടാങ്ക് മേരാ ഹാത്ത്, അപ്പോൾ എൻ്റെ കൈ എന്നിങ്ങനെ പുലമ്പാനായിട്ട് തുടങ്ങി. അപ്പോൾ ബാക്കി നോക്കാം. ഘബ്രായെ ഏക് ലഡ്കേനെ കഹാ ചൗക്ക് തക് ദൗഡ്കർ ദോ ലോഗോ ജാവോ ഓർ കോയി ബി ഓട്ടോ ടാക്സി മിലെ ഫോറൻ ലേക്കർ ആവും, അതായത് എന്താണ്, പേടിച്ചിട്ട് പേടിക്കുകയാണ്. ഘബ്രായെ ഏക് ലഡ്കേനെ കഹാ, പേടിച്ചിട്ട് ഒരു കുട്ടി പറഞ്ഞു എന്താണ്, ചോക്ക് എന്ന് പറഞ്ഞാൽ ജംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ ജംഗ്ഷൻ വരെ രണ്ടുപേര് പോവുക. ഓക്കെ, ജംഗ്ഷൻ തക് ദൗഡ്കർ ദോ ലോഗ് ജാവോ, പെട്ടെന്ന് ഓടി ജംഗ്ഷൻ വരെ രണ്ടാൾ പോവുക. ഓർ കോയി ബി ഓട്ടോ ടാക്സി മിലേ, അതായത് ഏതെങ്കിലും ഒരു ഓട്ടോ ടാക്സി ലഭിക്കുകയാണെങ്കിൽ എന്താ, ഫോറൻ ലേക്കർ ആവോ, പെട്ടെന്ന്, ഫോറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൽദി, പെട്ടെന്നാണ് കേട്ടോ, പെട്ടെന്ന് കൂട്ടിയിട്ട് വരും. ഹോസ്പിറ്റലിൽ ജാനാ ഹോക, ഇവനെ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ, ഹം ഇസെ ഉഡാക്കർ ബിൽഡിംഗ് കെ സാമനെ വാലെ ഹിസ്സേമേ ലേ ചലത്തെ ഹെ, അതായത് എന്താണ്, നമ്മൾ ഇവനെടുത്തിട്ട് നമുക്ക് എങ്ങോട്ട് പോകാം, ബിൽഡിങ്ങിൻ്റെ മുന്നിലെ ഭാഗത്തേക്ക് പോകാം. लड़के ने जतन से केशव को उठाया और इमारत के सामने वाले हिस्से की സമതൽ ജമീൻ പർ ലേ ആയി, അതായത് എന്താണ്, ലഡ്കോനെ ആൺകുട്ടികൾ ജത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ. ഓക്കെ, കേശവ് കോ ഉഠായ, വളരെ സാവധാനത്തിൽ കേശവനെ എടുത്തു. ഓർ ഇമാരത് കെ സാമനെ വാലെ ഹിസ്സേക്ക് സമതൽ ജമീൻ പർ ലേ ആയി, അതായത് അവിടെ നിന്ന് എങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, ആ ബിൽഡിങ്ങിൻ്റെ മുന്നിലെ ഭാഗത്തുള്ള സമതലമായിട്ടുള്ള, അതായത് നിരപ്പായിട്ടുള്ള ഭൂമിയിലേക്ക് അല്ലെങ്കിൽ നിരപ്പായിട്ടുള്ള നിലത്തേക്ക് കൊണ്ടുവന്ന് കിടത്തി. ഇത്തനേമേ കേശവ് കെ മാതാപിതാ ബി ദൗഡ് ഹുവേ ആകയെ, അതായത് ഈ സമയത്തേക്ക് തന്നെ കേശവിൻ്റെ അച്ഛനും അമ്മയും അവിടത്തേക്ക് എന്തായി, ഓടിക്കൊണ്ട് വന്നു. കേശവ് കി മാ ചീക്കർ ഡ്രോപ്പടി, അതായത് എന്താണ്, കേശവിൻ്റെ അമ്മ അല്ലറി വിളിച്ച് കരയാനായിട്ട് തുടങ്ങി. തബി ഓട്ടോ ബി ആകയ, അപ്പോഴേക്കും എന്ത് വന്നിരുന്നു, ഓട്ടോയും വന്നിരുന്നു. കേശവ് കോ ജൽദി സെ ഉസ്മേ ലിഠായ ഗയ, അതായത് പെട്ടെന്ന് തന്നെ കേശവനെ എടുത്തിട്ട് എന്ത് ചെയ്തു, ആ ഓട്ടോയിലേക്ക് കിടത്തി. ഉസ്കെ മാതാപിതാ ബി തക്ഷൻ ഉസ്കെ സാത്ത് ഓട്ടോമേ സവാർ ഹോ ഗയെ, അതായത് അവൻ്റെ കൂടെ തന്നെ ഒപ്പം തന്നെ അവരും എന്ത് ചെയ്തു, അവൻ്റെ കൂടെ ആ ഓട്ടോയിൽ അങ്ങ് പോയി. ഓക്കെ,
ലഡ്കോं കാ ദൂസരാ ദിൻ ഖാലി ഖാലി ബീത്ത. അപ്പോൾ ആൺകുട്ടിക്ക് അവരുടെ രണ്ടാമത്തെ ദിവസം ഒന്നും ചെയ്യാതെ വെറുതെ അങ്ങനെ കടന്നുപോയി. ഉन्होंने तय किया कि बिना घर के लोगों को बतलाए कल वे अपनी साइकिलों से ഹോസ്പിറ്റൽ ജായേഗ ജഹാ കേശവ് ക ഇലാജ് ഹോ രഹാ ഹൈ. അപ്പോൾ എന്താണ് അവർ ഉന്നോനെ തയ്ക്കുക, അവർ എന്ത് ചെയ്തു, ഉറപ്പിച്ചു. ഓക്കെ, കി ബിനാ ഘർ കെ ലോഗോं को बताए, അതായത് എന്താണ് വീട്ടിലുള്ള ആളുകളോട് പറയാതെ കൽ എന്ന് പറഞ്ഞാൽ നാളെ വേ അപ്നി സൈക്കിളോസെ, അതായത് അവരുടെ സൈക്കിൾ എടുത്തുകൊണ്ട് ഹോസ്പിറ്റൽ ജായേഗ, അവരെവിടെ പോകും, ഹോസ്പിറ്റലിൽ പോകും. ജഹാ കേശവ് ക ഇലാജ് ഹോ രഹാ ഹൈ, എവിടെയാണോ കേശവിൻ്റെ എന്താണ് ചികിത്സ നടക്കുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് വീട്ടിൽ പറയാതെ അവർ പോകാനായിട്ട് തീരുമാനിച്ചു. ഉन्होंने दोपहर का समय तय किया, അതായത് ഏത് സമയത്താണ് പോകാൻ തീരുമാനിച്ചത്, ഉച്ച സമയത്താണ് പോകാൻ തീരുമാനിച്ചത്. और एक एक कर सभी नीम के पेड़ के पास जमा होने लगे, അതായത് ഓരോരാളും ഓരോരാൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ആ നീമിൻ്റെ പേടിൻ്റെ അടുത്തേക്ക്, അതായത് ആ ഒരു മരത്തിനടുത്തേക്ക് വന്ന് ചേരാനായിട്ട് തുടങ്ങി. ഓക്കെ, മഗർ തബി ഉन्होंने देखा केशव के अस्थाई ठेरे के पास एक ऑटो आकर खड़ा हुआ और उसमें से केशव के माता पिता उतरकर ठेरे के अंदर जा रहे हैं. അതായത് എന്താണ്, അപ്പോഴാണ് അവർ കാണുന്നത് എന്താണ്, കേശവൻ താമസിക്കുന്ന ഒരു ചെറിയ സ്ഥിരമല്ലാത്തൊരു വാസസ്ഥലമുണ്ട് അല്ലേ, ആ വാസസ്ഥലത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഓട്ടോ നിർത്തുന്നത് കണ്ടത്. ഓക്കെ, ഉസ്മേ സെ കേശവ് കാ മാതാ പിതാ ഉത്തർ ഡേരയ്ക്ക് അന്തർ ജാ രഹേ ഹേ, അതായത് അതിൽ നിന്ന് ആരാ ഇറങ്ങുന്നത്, കേശവൻ്റെ അച്ഛനും അമ്മയും ഇറങ്ങിയിട്ട് ആ മുറിയുടെ, അതായത് ഇവരുടെ വാസസ്ഥലത്തിനകത്തേക്ക് പോകുന്നതും. ഓക്കെ, മഗർ കേശവ്, അപ്പോൾ കേശവോ, ओके, उन्होंने अपने एक साथी को अकेले चुपचाप जाकर केशव के बारे में खबर लाने के लिए तैयार किया. അതായത് എന്താണ്, അപ്പോൾ കേശവോ ഒന്ന് ചോദിച്ചു, അപ്പോൾ അച്ഛനും അമ്മയും ഇറങ്ങി പോകുന്നത് കൊണ്ട് കേശവനെ കാണുന്നില്ല. അപ്പോൾ അവരുടെ കൂടെയുള്ള ഒരാളോ ഏൽപ്പിച്ചു, എന്താണ്, ആരും അറിയാതെ പോയിട്ട് ചുപ്ചാപ്പ് ഒറ്റയ്ക്ക് ആരും അറിയാണ്ട് പോയിട്ട് എന്ത് വേണം, കേശവിനെ പറ്റിയിട്ടുള്ള ന്യൂസ് എന്താക്കണം, കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കേശവനെ പറ്റിയിട്ടുള്ള ന്യൂസ് എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ സെറ്റാക്കി അവർ വിട്ടു. ഓക്കെ, വഹ് ലഡ്കാ ഗയാ ഓർ ഉസ്നെ ഓട്ടോ വാലേ സെ ബാത് കി ഓർ ഓട്ടോ മേ ജാക്കർ ചലായ. അപ്പോൾ എന്താണ്, ഒരു ആൺകുട്ടീനെ തയ്യാറാക്കി എന്ന് പറഞ്ഞല്ലോ, അവൻ ഓട്ടോൻ്റെ അടുത്തേക്ക് പോയി, എന്നിട്ട് ഓട്ടോക്കാരനോട് സംസാരിച്ചു. അതിനുശേഷം ഓട്ടോയ്ക്കകത്തേക്ക് ചാക്കന എത്തി നോക്കുക. ഓക്കെ, എത്തി നോക്കിയിട്ട് തിരിച്ചു വന്നു. ലോട്ട് കർ ഉസ്നെ ഘബറായി ആവാസ് മേ ധീരെ ധീരെ കഹ, അതായത് എന്താണ്, തിരിച്ചു വന്നിട്ട് നെർവസ് ആയിട്ടുള്ള പേടിച്ചിട്ടുള്ള ശബ്ദത്തോടെ അവൻ പതുക്കെ പറഞ്ഞു, അവേ ഓട്ടോമേ കേശവ് ഏക് കർവട്ട് ലേറ്റാ ഹേ, അതായത് എന്താണ്, എടോ ഓട്ടോയ്ക്കകത്ത് കേശവ് ഒരു വശം ചെരിഞ്ഞ്, കർവട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വശം ചെരിഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, മുജെ ഉസ്നെ നെഹി ദേഖ, എന്നെ അവൻ കണ്ടിട്ടില്ല. ഉസ്കെ ഏക് ഹാത്ത് ഓർ ഏക് പേർ മേ പ്ലാസ്റ്റർ ചടാ ഹുവ ഹേ, അതായത് എന്താണ്, അവൻ്റെ ഒരു കയ്യിലും ഒരു കാലിലും എന്തിട്ടിട്ടുണ്ട്, പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഓട്ടോ വാലേനെ ബത്ലായ കി വേ സബി അപ്ന സാമാൻ ബട്ടോർക്കർ ഉസ്സി ഓട്ടോ മേ അബി ബസ് സ്റ്റാൻഡ് ജാ രഹേ ഹേ, അതായത് ഓട്ടോക്കാരൻ പറഞ്ഞ എന്താണ്, അവരുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവരിപ്പോൾ തന്നെ എങ്ങോട്ട് പോവാണ്, ബസ് സ്റ്റാൻഡിലേക്ക്, ഇതേ ഓട്ടോറിക്ഷയിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ഓക്കെ, വഹി സെ ബസ്സെ അപ്നെ ഗാവ് ബി നിക്കൽ ജായേഗ, അവിടെ നിന്ന് അവരെന്ത് ചെയ്യും, ബസ്സിൽ അവരുടെ ഗ്രാമത്തേക്ക് തിരിച്ച് പോകും. ബെച്ചാരെ ലഡ്കേക്ക് ഹട്ടിയാ ടൂട്ട് ഗയി ഹേ യാർ ഓർ വഹ് ബി ഹമാരെ കാരൻ. അപ്പോൾ അതിലൊരു കുട്ടി പറയാണ്, എന്താണ്, പാവം, ബെച്ചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം കുട്ടിയുടെ എല്ലുകൾ, ഹട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകൾ പൊട്ടിപ്പോയിട്ടുണ്ട്, അതും നമ്മളുടെ കാരണം. ഓക്കെ, ഗരീബ് മസ്ദൂർ പരിവാർ ജിസ്കാ അപ്ന യഹാ കോയി സ്ഥായി ഠിക്കാന നഹി ഥ, അതായത് ഗരീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട, മസ്ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്കാർ, ജോലി ചെയ്യുന്ന. ഓക്കെ, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന എന്താണ്, കുടുംബമാണ്. ജിസ്ക അപ്ന യഹ കോയി സ്ഥായി ഠിക്കാന നഹി ഥ, അതായത് അവർക്ക് സ്വന്തമായിട്ട് ഇവിടെ എന്താണ്, ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള വാസസ്ഥലം പോലും ഇല്ലായിരുന്നു. അപ്നി കുൽ 2-3 ഗഠ്രിയാ ലേക്കർ ജൽദി ഹി വാപ്പസ് ഓട്ടോമേ ആ ബൈട്ടെ, അതായത് അച്ഛനും അമ്മയും എന്ത് ചെയ്തു, അവരുടെ കയ്യിലുണ്ടായിരുന്ന 2-3 കെട്ടുകൾ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് ഓട്ടോയിലേക്ക് വന്നിരുന്നു. ഓട്ടോ ചൽപ്പടി ഓർ ജബ് ഉൻ ഖിലാടി ലഡുക്കോക്കെ സാമനെ പहुंची, അതായത് അവിടെ നിന്ന് ഓട്ടോ എന്ത് ചെയ്യാൻ തുടങ്ങി, മുന്നോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇവരുടെ ഈ ക്രിക്കറ്റ് മാച്ച് കളിക്കുന്ന കുട്ടികളുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ ഉനോനെ സഡക് ഘേർ കർ
ഉസെ റോക്ക് ലിയ. അപ്പോൾ അവരെന്ത് ചെയ്തു, റോഡിലേക്ക് കയറി നിന്ന് ആ ഓട്ടോനെ ബ്ലോക്ക് ചെയ്തു. ഓക്കെ, തടഞ്ഞു നിർത്തി. ഓക്കെ, സടക് ഘേർന തടഞ്ഞു നിർത്തുക, റോഡിലേക്ക് കയറിയിട്ട് അതിനെ തടഞ്ഞു നിർത്തുക. ഓക്കെ, അങ്കിൾ കേശവ് കേസാ ഹേ. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അങ്കിൾ കേശവ് എങ്ങനെയുണ്ട്, കേശവന് എങ്ങനെയുണ്ട്. ആൻറ്റി ഡോക്ടർ ക്യാ ബോലെ. അപ്പോൾ എന്താണ്, അടുത്ത ആൾ ചോദിക്കുകയാണ്, ആൻറ്റി ഡോക്ടർ എന്താണ് പറഞ്ഞത്. ജൽദി ടീക്ക് തോ ഹോ ജായേഗാ. അപ്പോൾ പെട്ടെന്ന് തന്നെ സുഖമാവില്ലേ. അപ്പോൾ സാരേ ലടുക്കെ ചാരോ തരഫ് സെ ഓട്ടോ കോ ഘേർ കർ ഖടേ ഥേ. അതായത് എന്താണ്, 4 ഭാഗത്തു നിന്നും ആ കുട്ടികളെല്ലാവരും കൂടി ഓട്ടോനെ എന്ത് ചെയ്തിരിക്കുകയായിരുന്നു, വളഞ്ഞിരിക്കുകയായിരുന്നു. വളയുക പറയില്ലേ, ഓട്ടോനെ ഇങ്ങനെ വളഞ്ഞു കൂടി നിൽക്കുകയായിരുന്നു. ഓക്കെ, और लेटे हुए केशव को देखते हुए उसके माता पिता से पूछ रहे थे. അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, ഓട്ടോയിൽ കിടക്കുന്നുണ്ടായിരുന്ന കേശവനെ നോക്കിക്കൊണ്ട് ഇവരുടെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. ഓക്കെ, കേശവ് തക്ലീഫ് മേ തോ ഥാ. അതായത് എന്താണ്, കേശവ് ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു. മഗർ അബ് ലഡ്കോ കി ആവാസ് സുൻകർ ജാഗ് ഗയ. പക്ഷേ എന്താണ്, അവരുടെ കുട്ടികളുടെ ശബ്ദം കേട്ടപ്പോൾ എഴുന്നേറ്റു. ഓക്കെ, ഓർ ഇനെ ദേഖ്താ ഹുവ ലേറ്റെ ലേറ്റെ മുസ്കുറാ രഹാ ഥാ. അതായത് എന്താണ്, ഇവരെ കണ്ടപ്പോൾ അവിടെ കിടന്നുകൊണ്ട് തന്നെ ചെറിയൊരു മുസ്കുറാന പുഞ്ചിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്ന ഏക് സാബുത് ഹാത്ത് ജറാ സാ ഊപ്പർ ഉഠായ തോ ലഡ്കെ ഉസ്സെ ഹാത്ത് മിലാനെ കോ ടൂട്ട് പടേ. അതായത് എന്താണ്, അപ്പോൾ അവൻ കേശവ് ഓട്ടോയിൽ കിടക്കുന്നിടത്ത് നിന്ന് അവൻ്റെ ഒരു കൈ പൊട്ടിയിട്ടുണ്ട് അല്ലേ, ഒരു കൈക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കൈ പതുക്കെ പൊക്കിയ സമയത്ത് എന്താണ്, ആ കുട്ടികളൊക്കെ അവനോട് കൈ, അതായത് പിന്നെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ അല്ലെങ്കിൽ കൈ ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി എല്ലാവരും കൂടി ഒരുമിച്ച് ആ കൈയിൻ്റെ അടുത്തേക്ക് പോയി. തും ജൽദി ടീക്ക് ഹോ ജാവോഗെ കേശവ്. അപ്പോൾ ഒരാൾ പറയാണ് എന്താണ്, നീ പെട്ടെന്ന് സുഖമായി വരും. ലഡ്കോ കി ഏക് ടീം കെ കപ്താൻ നെ കഹ. അതായത് അവരുടെ ടീമിൽ, അതായത് 2 ടീമുണ്ടായിരുന്നു, ആ ടീമിലെ ഒരു ക്യാപ്റ്റൻ പറഞ്ഞു. और अपने हाथ में रखा बिस्कुट का पैकेट केशव की माँ को सौंपा दिया. അതായത് കയ്യിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അത് കേശവിൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. ആൻറ്റി ഇസേ രാസ്തേ മേ ഭൂക്ക് ലഗേഗി തോ ഖിലായേക. അപ്പോൾ ആൻറ്റി ഇവന് വഴിയിൽ എപ്പോഴെങ്കിലും വെച്ച് വിശക്കുകയാണെങ്കിൽ ഇത് എന്തായാലും കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എന്ത് ചെയ്തു, കേശവിൻ്റെ അമ്മയുടെ കയ്യിലേക്ക് ആ ഒരു കുട്ടി കൊടുത്തു. അബ് ജബ് തും ലോട്ടേങ്കെ കേശവ് തോ ഹമാരി ടീം സെ ഖേൽന. അപ്പോൾ എന്താണ്, പെഹലി ടീം കെ കപ്താനെ കേശവ്ക്ക് ഓഫർ ദിയ. അതായത് എന്താണ്, നീ എപ്പോഴാണോ തിരിച്ചു വരിക അപ്പോൾ നീ ഞങ്ങളുടെ ടീമിന് വേണ്ടി കളിക്കണമെന്ന് ആദ്യത്തെ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ത് ചെയ്തു, കേശവന് ഒരു ഓഫർ നൽകി. ഓക്കെ, ലഡ്കോനെ അപ്നെ ഹാത്തോ കാ ബല്ല पैड स्टंप बॉल और वह शील्ड जो किसी टीम की नहीं हो सकी थी ऑटो के पीछे की जगह में केशव को दिखाते हुए दर दिया. അതായത് എന്താണ്, ഇപ്പോൾ ആൺകുട്ടികൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന എന്താണ്, ബല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഡ്, അതായത് കാലിനിടുന്ന പാഡ്, പിന്നെന്താണ്, പിന്നെ സ്റ്റമ്പ്, അതേപോലെ ബോൾ, പിന്നെ ഒരു ഷീൽഡ് വാങ്ങിയിരുന്നു അല്ലേ, ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് നടത്തി ജയിച്ച ടീമിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ ഷീൽഡ്. അത് ആർക്കും ഏത് ടീമും ജയിച്ചിട്ടില്ലായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, കേശവനെ കാണിച്ചുകൊണ്ട് എന്താണ്, ഓട്ടോൻ്റെ പുറകിലുള്ള ആ സ്ഥലത്ത് വെച്ചു. ഓക്കെ, ഏക് കപ്താനെ അപ്നി ജേബ് സെ വൈറ്റ് ക്യാപ്പ് നിക്കാലി ഓർ കേശവ് കെ സിർ കി തരഫ് ദർദി. അതായത് എന്താണ്, അപ്പോൾ ഇവർ അതിലൊരു ക്യാപ്റ്റൻ അവൻ്റെ പോക്കറ്റിൽ നിന്ന് വൈറ്റ് ക്യാപ്പ് ഊരിയെടുത്തിട്ട്, അല്ലെങ്കിൽ വൈറ്റ് ക്യാപ്പ് പുറത്തേക്ക് എടുത്തിട്ട് എന്താണ്, കേശവിൻ്റെ തലയിലേക്ക് ദർദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തി, ഓക്കെ, വെച്ചു. ഓക്കെ, ऑटो आगे बढ़ने लगी तो केशव ने अपने पिता से कहा ബാബു മുझे कैप पहना दो. അപ്പോൾ എന്താണ്, ഓട്ടോ മുന്നിലേക്ക് ചലിക്കാൻ തുടങ്ങിയപ്പോൾ കേശവ് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ തൊപ്പി തലയിൽ ഇട്ട് തരൂ എന്ന് പറഞ്ഞു. പിതാനെ വൈറ്റ് ക്യാപ്പ് കേശവ് കെ സിർ പർ പെഹനാ ദി. അതായത് അച്ഛൻ എന്ത് ചെയ്തു, ആ വൈറ്റ് ക്യാപ്പ് കേശവിൻ്റെ തലയിൽ ഇട്ടുകൊടുത്തു. ऑटो के आगे बढ़ने से दूर होती क्रिकेट टीमों को जो अब भी एक जगह खड़ी ऑटो की तरफ देखती हाथ हिला रही थी. അതായത് എന്താണ്, ഓട്ടോ മുന്നിലേക്ക് പോകുന്തോറും അവിടെ ക്രിക്കറ്റ് ടീം ഓട്ടോയിൽ നിന്ന് അകന്നകന്ന് പോവാണ് അല്ലേ. അപ്പോൾ അവർ ഒരു സ്ഥലത്ത് നിന്ന് ഓട്ടോനെ നോക്കിയിട്ട് ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുക, ഹാത്ത് ഹിലാന ടാറ്റ പറയുക. ഓക്കെ, ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീമിനെ. ഓക്കെ, അവരവിടെ നിന്ന് ടാറ്റ പറയാണ്. കേശവനെ अपने साबुत हाथ से सिर की कैप उतारी और ऑटो के बाहर निकाल कर लहराने लगा. അതായത് എന്താണ്,
വളരെ ഓട്ടോ മുന്നിലേക്ക് പോകും തോറും അവർ ആ ക്രിക്കറ്റ് കളിക്കുന്ന ആൺകുട്ടികൾ ദൂരെ ദൂരെയായി പോവുകയാണ്. അവരപ്പോഴും ഓട്ടോനെ നോക്കിയിട്ട് എന്ത് ചെയ്യായിരുന്നു, ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളിലേക്ക് ഈ ഓട്ടോയിലിരിക്കുന്ന കേശവ് അവൻ്റെ സാബുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ എന്താണ് കേടുപാടുകളൊന്നും പറ്റാത്ത കൈ ഉപയോഗിച്ച് തലയിലെ തൊപ്പി ഊരി പുറത്തേക്ക് നീട്ടിയിട്ട് എന്ത് പറയാനായിട്ട് തുടങ്ങി, ലഹരാനി ലഗ, അതായത് അതിങ്ങനെ മൂവ് ചെയ്യിക്കാനായിട്ട് തുടങ്ങി. അതായത് ലഹരാന ആ ക്യാപ്പ് ഉപയോഗിച്ച് അവൻ ടാറ്റ പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മുടെ കഥ ഇത്രയുമാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ വളരെ വേഗത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.